ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. ഇപ്പോൾ ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത്, ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, +2 കഴിഞ്ഞു, അടുത്തൊരു കോഴ്സിന് ഏകദേശം അഡ്മിഷനുമായി ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഭാരതി എയർടെൽ സ്കോളർഷിപ്പ് 2026-27. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഇപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ജൂലൈ 31 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. പ്രധാനമായിട്ടും ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ തീർച്ചയായിട്ടും +2 കഴിഞ്ഞ് നിങ്ങൾക്ക് 60% മാർക്ക് ഉണ്ട് എങ്കിൽ അതിനുശേഷം നിങ്ങൾ ഇപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത് ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണ് എങ്കിൽ, ഞാൻ ഈ ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ കയറുക. അവിടെ തന്നെ NIRF ടോപ്പ് 50 എന്ന് പറയുന്ന ഒരു പ്രത്യേക ലിസ്റ്റ് ഉണ്ട്, കാറ്റഗറി ലിസ്റ്റ് ഉണ്ട്. ഇതിലേതെങ്കിലും ആണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, അതും ബിടെക്, അതുപോലെ തന്നെ 5 ഇയർ ഓർ 3 ഇയർ, 5 ഇയർ ആണെങ്കിൽ ഇന്റഗ്രേറ്റഡ് സയൻസ് പ്രോഗ്രാംസ്, അതുപോലെ 3 ഇയർ ആണെങ്കിൽ നാച്ചുറൽ സയൻസ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ ടെക് ഫീൽഡിൽ ഇപ്പോൾ AI, മെഷീൻ ലേണിംഗ്, ഡേറ്റാ സയൻസ് പോലുള്ള ഫീൽഡിലൊക്കെയാണ് നിങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ മാസ വരുമാനം 8 ലക്ഷത്തിന് താഴെയാണ് എങ്കിൽ എലിജിബിൾ ആയിട്ടുള്ള ഒരു സ്കോളർഷിപ്പാണ്. സോ പാൻ ഇന്ത്യ ലെവലിൽ ഇവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിലും ഒരുപാട് സ്റ്റുഡൻസിന് കഴിഞ്ഞ വർഷമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത് മിസ് ചെയ്യരുത്. കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ടെൻഷനെക്കാളും ജസ്റ്റ് അപ്ലൈ ചെയ്തിടുക എന്നുള്ളത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇതൊരു പ്രൈവറ്റ് സ്കോളർഷിപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഗവൺമെന്റ് സ്കോളർഷിപ്പ് നേടുന്നുണ്ട് എങ്കിലും അത് വലിയ ഒരു പ്രശ്നമായി വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഡയറക്റ്റ് ഇത് പറയുന്നത്. സോ പ്രധാനമായിട്ടും നിങ്ങൾക്കൊരു പക്ഷേ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും ഇത്തരത്തിലുള്ള കോഴ്സുകൾ എടുത്ത് ഇനിതാ പഠിക്കാൻ ആരംഭിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അല്ലെങ്കിൽ ക്ലാസ് ഗ്രൂപ്പുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക. ജൂലൈ 31 ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ജസ്റ്റ് ഭാരതി എയർടെൽ സ്കോളർഷിപ്പ് എന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഭാരതി എയർടെൽ ഫൗണ്ടേഷന്റെ വെബ്സൈറ്റ് വരും. അല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ റീഡയറക്റ്റ് ആവുന്നത് ബഡി ഫോർ സ്കോളർഷിപ്പിലേക്കാണ്, ബഡി ഫോർ സ്റ്റഡിയിലേക്കാണ്. അതുവഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്ത്, അതിൽ തന്നെ ആദ്യം കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട്. സോ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. സോ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ സ്കോളർഷിപ്പ് അപ്ഡേറ്റ്സും ഇത്തരത്തിലുള്ള സ്കീമുകളുമായിട്ട് നിങ്ങൾ വരുന്ന ദിവസങ്ങളിലും വരുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്.